ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് കമൻസിലും അല്ലാതെ തന്നെ ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ചും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു 2024 INC അഥവാ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ച നഴ്സിംഗ് കോളേജുകളുടെ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സൊക്കെ ആയിട്ടും പിന്നെ കുറച്ച് പനിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റായത്. സോ നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ച നഴ്സിംഗ് കോളേജിൻ്റെ വീഡിയോ ആണ്. സോ നമ്മൾ ആ ഒരു PDF ആദ്യം തന്നെ കേരള എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വീഡിയോയിൽ സ്ക്രോൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് വരുന്നുള്ളതുകൊണ്ട് തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വീഡിയോയിൽ കോളേജിൻ്റെ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ളത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും INC അംഗീകാരം കൊടുത്ത നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ്. അപ്പം INCയുടെ അംഗീകാരം നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച കോഴ്സൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജിൽ നിന്നാണ് നമ്മൾ പഠിച്ചിറങ്ങിയതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ കൺട്രീസിലോട്ടൊക്കെ പോകാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു അംഗീകാരം വേണം. അപ്പം കഴിഞ്ഞ തവണയൊക്കെ പുതിയതായിട്ട് ഒരു 6th അലോട്ട്മെൻ്റ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 5-6 പുതിയതായിട്ട് ഗവൺമെൻറ് കോളേജുകൾ വന്നത്. ഇടുക്കി, കാസർഗോഡൊക്കെ പോലുള്ള അവിടെ ഒന്നും കഴിഞ്ഞ തവണ INC അംഗീകാരം ഇല്ലായിരുന്നു. അപ്പം ശരിക്കും INC അംഗീകാരം ഇല്ലാത്ത കോളേജുകൾ വരുന്ന സമയത്ത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിന് ശരിക്കും എനിക്ക് ഉത്തരമില്ല. കഴിഞ്ഞ തവണ ഞാൻ അലോട്ട്മെൻറ്റ് വെച്ചപ്പോഴും ശരിക്കും റിസ്ക് എടുത്തായിരുന്നു ഈ പറയുന്ന ഇടുക്കിയും കാസർഗോഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ കിട്ടിയാലും പോകാൻ ഞാൻ ഓക്കെ ആയിരുന്നു, ബിക്കോസ് എനിക്കത് ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഫിനാൻഷ്യലി എനിക്കതായിരുന്നു ഏറ്റവും കൂടുതൽ നല്ലത്. സോ ഞാനത് ചൂസ് ചെയ്തു. പക്ഷെ അത് ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണോ അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പുതിയതായിട്ട് കോളേജുകൾ അനുവദിച്ചായതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ചെക്കിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അവർ വന്നിട്ട് ഇൻസ്പെക്ഷനൊക്കെ നടത്തും. അപ്പോൾ അതൊക്കെ നടത്താൻ വൈകിയത് കൊണ്ടാണോ ഇത്തവണയും കുറേ കോളേജുകൾക്ക് INC അംഗീകാരം ഇല്ല, അത് ഇല്ലാഞ്ഞത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. അത് അതിൻ്റേതായ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് LBS ലിസ്റ്റിലുള്ള എല്ലാ കോളേജുകൾക്കും INC അംഗീകാരമൊന്നുമില്ല. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു INC അംഗീകാരമുള്ള കോളേജുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വെക്കുക. പക്ഷേ ഇത്തവണത്തെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ പോലും INC അംഗീകാരം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് INC അംഗീകാരം കിട്ടുമോ, ഈ ഇയറിൽ തന്നെ കിട്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിനും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് INCയുടെ പബ്ലിഷ്ഡ് ലിസ്റ്റിലുള്ള കേരളത്തിലെ നഴ്സിംഗ് കോളേജ് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ബിക്കോസ് വീഡിയോയുടെ ഇടയിൽ ജസ്റ്റ് കോളേജുകൾ മാത്രമായിരിക്കത്തില്ല നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ കോളേജുകളിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ തുടങ്ങിയ മറ്റ് ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേരളത്തിലെ കോളേജിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ 286 തൊട്ടാണ് കേരളത്തിലെ കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ജില്ലയിലുള്ളൊരു കോളേജാണ്. അത് ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളൊരു കോളേജാണ്. 2023 മറ്റോ സ്റ്റാർട്ട് ചെയ്തതാണ്. കേപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അത് കേരള ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ വരുന്നൊരു കോളേജാണ്. സോ അതെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് 287 കൊടുത്തിരിക്കുന്നത് കെ വേലായുധൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ KV സ്കൂൾ ഓഫ് നഴ്സിംഗ്. അതും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. പ്രൈവറ്റ് കാറ്റഗറിയിൽ വരുന്നൊരു കോളേജാണ്. അടുത്ത മദർ ചാന്തൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ലൂർദുമാത ഹോസ്പിറ്റൽ എടത്വ ആലപ്പുഴ, പ്രൈവറ്റ് കാറ്റഗറിയാണ്. അവിടെയൊക്കെ GNM ആണുള്ളത്. നിങ്ങൾ റൈറ്റ് സൈഡിൽ അതും കൂടെ ശ്രദ്ധിക്കുക, ഏത് കോഴ്സാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ. അടുത്തതായിട്ട് ശ്രീനാരായണ മെഡിക്കൽ വിഷൻ ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് TB ക്ലിനിക് PB നമ്പർ 11. അതും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ GNM കോഴ്സുള്ളൊരു കോളേജാണ്. നമ്മൾ ട്രസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഏത് ട്രസ്റ്റിൻ്റെ അണ്ടറിലാണത് വരുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആരുടെ അണ്ടർടേക്കിങ്ങിലാണ് എന്നുള്ള ഒരു കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് അമൃത വിശ്വവിദ്യാപീഠം ഡീംഡ് യൂണിവേഴ്സിറ്റി IMS ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ അമൃത കോളേജ് ഉണ്ടല്ലോ അതാണ്. പക്ഷേ ഇതിന് LBS വഴിയല്ല അഡ്മിഷൻ. അവിടെ BSc നഴ്സിംഗ് സെപ്പറേറ്റ് എൻട്രൻസോ മറ്റോ ഒക്കെയാണ്. അത് നമ്മുടെ LBS വഴിയല്ല അഡ്മിഷൻ, അതെല്ലാവരും ശ്രദ്ധിക്കുക. അതും പ്രൈവറ്റ് കാറ്റഗറിയിൽ തന്നെയാണ് ആ ഒരു കോളേജും വരുന്നത്. അടുത്തതായിട്ട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് എറണാകുളത്തുള്ളൊരു കോളേജാണ്. പ്രൈവറ്റ് കോളേജ് തന്നെയാണ്. BSc നഴ്സിംഗ് ആണ് കോഴ്സ് ഉള്ളത്.
അടുത്തതായിട്ട് എറണാകുളത്ത് തന്നെയുള്ള ഇന്ദിരാഗാന്ധി സ്കൂൾ ഓഫ് നഴ്സിംഗ്, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കടവന്ത്ര, എറണാകുളത്ത് തന്നെയുള്ള GNM BSc നഴ്സിംഗ് കൂടെ വരുന്ന ഒരു പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് മാർ അഗസ്റ്റിൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, സ്കൂൾ ഓഫ് നഴ്സിംഗ്, എറണാകുളം ഡിസ്ട്രിക്റ്റ്, അതും പ്രൈവറ്റ് കോളേജ് തന്നെയാണ്. GNM കോഴ്സാണ് കേട്ടോ അവിടെ ഉള്ളത്. അടുത്തത് മാർ ബെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കോതമംഗലം എറണാകുളം ജില്ലയിലുള്ളതാണ്. GNM BSc നഴ്സിംഗ് കോഴ്സും ഉണ്ട്. അടുത്തതായിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റാണ്, അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് കോളേജാണ്. അത് പ്രൈവറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അവിടെ GNM BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സോ അത് പോകാൻ താല്പര്യമുള്ളവർ ചൂസ് ചെയ്യാൻ നല്ല ബെസ്റ്റ് ഒരു കോളേജാണ്. അടുത്തതായിട്ട് സമരിതൻ കോളേജ് ഓഫ് നഴ്സിംഗ്, സമരിതൻ ഹോസ്പിറ്റൽ, എറണാകുളം ജില്ലയിലുള്ളൊരു നഴ്സിംഗ് കോളേജാണ്. BSc നഴ്സിംഗ് കോഴ്സാണ് ഉള്ളത്. അടുത്തതായിട്ട് ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ്, അമ്പലമേട്, എറണാകുളം ഡിസ്ട്രിക്റ്റ്, അതും BSc നഴ്സിംഗ് കോഴ്സ് തന്നെയുള്ള ഒരു പ്രൈവറ്റ് കോളേജാണ്. വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ്, വെട്ടിക്കൽ PO, മുളന്തുരുത്തി, അതും പ്രൈവറ്റ് കോളേജ് തന്നെയാണ്. BSc നഴ്സിംഗ് കോഴ്സാണുള്ളത്, എറണാകുളം ജില്ലയാണ്. അടുത്തതായിട്ട് ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെൻറ്റർ, മൂലമറ്റം PO, ഇടുക്കി ജില്ലയിലുള്ളൊരു പ്രൈവറ്റ് കോളേജാണ്. അവിടെ BSc നഴ്സിംഗ് കോഴ്സ് അല്ല ഉള്ളത്. GNM പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് നഴ്സിംഗ് ആണുള്ളത്. അടുത്തതായിട്ട് BKJM സ്കൂൾ ഓഫ് നഴ്സിംഗ്, ജോസ്ഗിരി ഹോസ്പിറ്റൽ, അത് GNM കോഴ്സ് തന്നെയുള്ള കണ്ണൂരുള്ള പ്രൈവറ്റ് കോളേജാണ്. അതുപോലെ തന്നെ GNM കോഴ്സുള്ള പ്രൈവറ്റ് കോളേജ് മറ്റൊന്ന് ക്രിസ്തുരാജ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ അടുത്തതായിട്ട് ലിസ്റ്റിലുള്ളത് സിമെറ്റിലൊരു കോളേജാണ്. അപ്പോൾ സിമെറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ സിമെറ്റ് ട്രിവാൻഡ്രം മുട്ടത്തറയുള്ളൊരു കോളേജിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ സിമെറ്റ് മുന്നേ തന്നെ ഉണ്ടായിരുന്നത് 4 നഴ്സിംഗ് കോളേജസ് ആയിരുന്നു. കഴിഞ്ഞ ഇയർ പുതിയതായിട്ട് ഗവൺമെൻറ് കോളേജുകൾ വന്നപ്പോഴാണ്, അതിൻ്റെ കൂട്ടത്തിലാണ് 7 പുതിയ സിമെറ്റ് കോളേജുകൾ വന്നത്. അതിലൊരു സിമെറ്റ് കോളേജാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, കണ്ണൂർ ജില്ലയിലുള്ള ധർമ്മടം. അപ്പോൾ കഴിഞ്ഞ വർഷം അതിന് INC അംഗീകാരം ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ INCയുടെ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന പുതിയതായിട്ട് 6 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജും 5 നഴ്സിംഗ് കോളേജാണ് ഗവൺമെൻറ്റിൽ പുതിയതായിട്ട് വന്നത്. ഒരു എക്സ്ട്രാ ബാച്ച് ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ 6 കണക്ക് പറയുന്നത്. ശരിക്കും 5 നഴ്സിംഗ് കോളേജാണ് വന്നത്. സോ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു 7 സിമെറ്റ് കോളേജുകൾക്ക് അംഗീകാരം ലഭിച്ച് വന്നത്. പക്ഷേ ഇത് ലേറ്റായിട്ട് വന്നതുകൊണ്ടാവാം ഇവയ്ക്കൊക്കെ കഴിഞ്ഞ തവണ INC അംഗീകാരം ഇല്ലാണ്ട് പോയത്. പക്ഷേ ഇത്തവണ അതിലൊരു കോളേജായിട്ടുണ്ടായിരുന്ന സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മടം, അവിടെ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പം ഫീസ്, സിമെറ്റ്, CPAS പോലുള്ള കോളേജുകളിൽ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോലെ തന്നെ കൊടുക്കണം. പക്ഷേ ഹോസ്പിറ്റലിൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാം കിട്ടുന്നതും പ്രാക്ടിക്കലൊക്കെ പഠിക്കാൻ പറ്റുന്നതും എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലായിരിക്കും. സോ അതൊരു ഗവൺമെൻറ് കാറ്റഗറിയിലൊക്കെ തന്നെയാണ് കൂട്ടുന്നത്, ഒരു സെമി ഗവൺമെൻറ് പോലൊക്കെയാണ് കൂട്ടുന്നത്. അപ്പം കണ്ണൂർ ധർമ്മടത്തുള്ളൊരു സിമെറ്റിന് ഇത്തവണ INCയുടെ അംഗീകാരം ഉള്ള ലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ്, കാസർഗോഡ്, ഇതും കഴിഞ്ഞ തവണ INC അംഗീകാരമില്ലാതെ ഒരുപാട് പേര് പേടിച്ചിരുന്നു ഇവിടെയൊക്കെ പോകാനായിട്ട്. INC അംഗീകാരം ഇല്ലാത്ത കോളേജിൽ പോയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. ഇത്തവണ പക്ഷേ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിലും അംഗീകാരം ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടിടത്തും ഉള്ളത് BSc നഴ്സിംഗ് കോഴ്സ് തന്നെയാണ്. അടുത്തതായിട്ട് അസീസി സ്കൂൾ ഓഫ് നഴ്സിംഗ്, അത് കൊല്ലത്തുള്ളൊരു നഴ്സിംഗ് കോളേജാണ്. ANM ആണ്, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറഞ്ഞാൽ 2 ഇയർ കോഴ്സാണുള്ളത്. അപ്പം അത് കൊല്ലം ജില്ലയിലുള്ള ഒരു പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് അസീസിയ നഴ്സിംഗ് കോളേജ്, കൊല്ലം ജില്ലയിൽ തന്നെയുള്ള നഴ്സിംഗ് കോളേജാണ്. BSc നഴ്സിംഗ് കോഴ്സ് തന്നെയാണ്, അംഗീകാരം ഉണ്ട്. അടുത്തതായിട്ട് ബെൻസിയർ സ്കൂൾ ഓഫ് നഴ്സിംഗ്, ബിഷപ്പ് ബെൻസിയർ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴെ ബിഷപ്പ് ബെൻസിയർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു നഴ്സിംഗ് കോളേജ് തന്നെയാണ്. അവിടെ GNM കോഴ്സ് ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്, MSc നഴ്സിംഗ് ഉണ്ട്. പ്രാക്ടിക്കലൊക്കെ ബെൻസിയർ ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും, കൊല്ലം ജില്ലയിലുള്ള ഹോസ്പിറ്റലാണ്. അടുത്തതായിട്ട് ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്, കൊട്ടിയം, കൊല്ലം ജില്ല, പ്രൈവറ്റ് കോളേജാണ്. MSc നഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ്, അഞ്ചൽ, കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളതാണ്. അവിടെ GNM കോഴ്സും BSc നഴ്സിംഗ് കോഴ്സിൻ്റെ അംഗീകാരം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ്, കോട്ടയം ജില്ലയിലുള്ള അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ MSc നഴ്സിംഗ് കോഴ്സിൻ്റെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കോട്ടയം, അവിടെ GNM സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഡിഗ്രി കോഴ്സ് അല്ല, ജനറൽ നഴ്സിംഗ് ആണ്. അപ്പം നമ്മുടെ കോട്ടയത്തുള്ള ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ് ഗവൺമെൻറ് കാറ്റഗറിയിൽ വരുന്നത്. അടുത്തതായിട്ട് ലേമ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്,
കോട്ടയം ജില്ലയിലുള്ള തന്നെയാണ്. അവിടെ അപ്ഗ്രേഡഡ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോളേജ് ഓഫ് നഴ്സിംഗിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ മുന്നേ സ്കൂളായിരുന്നു തോന്നുന്നു എന്ന് പറയുമ്പം GNM കോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് BSc കൂടെ അവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ജില്ലയിലുള്ള പ്രൈവറ്റ് കോളേജാണ്. അവിടെ BSc നഴ്സിംഗ് കോഴ്സും ഒപ്പം തന്നെ MSc നഴ്സിംഗ് കോഴ്സും ഉണ്ട്. അതിനാണ് അംഗീകാരത്തിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് മരിയൻ മെഡിക്കൽ സെൻറ്റർ കോട്ടയം ജില്ലയിലെ പാലയിലുള്ള ഒരു GNM കോഴ്സുള്ള ഒരു നഴ്സിംഗ് കോളേജാണ്. അടുത്തതായിട്ട് സെൻറ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ്, അതും കോട്ടയം ജില്ലയിൽ തന്നെ ഉള്ളതാണ്. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജാണ്. BSc നഴ്സിംഗ് കോഴ്സും MSc നഴ്സിംഗ് കോഴ്സും ആണ് അവിടെ ഉള്ളത്. അടുത്ത വേളാങ്കണ്ണി മഹാ കോളേജ് ഓഫ് നഴ്സിംഗ്, അതും കോട്ടയം ഡിസ്ട്രിക്റ്റിനാണ്. പ്രൈവറ്റ് കോളേജാണ്. BSc നഴ്സിംഗ് കോഴ്സാണുള്ളത്. അടുത്തതായിട്ട് കോഴിക്കോട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജാണ് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെയുള്ള കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ആൻഡ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, ഇത്രയും കോഴ്സ് ഉണ്ട്. കോഴിക്കോട് ജില്ലയാണ്. INC അംഗീകാരം ലഭിച്ച നഴ്സിംഗ് കോളേജാണ്. അപ്പോൾ നമ്മുടെ ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അവിടെ മറ്റൊരു കോഴ്സും കൂടെ ഉണ്ട് എന്ന് പറയുന്നത് നേഴ്സ് പ്രാക്ടീഷണർ ഇൻ ക്രിട്ടിക്കൽ കെയർ ആണ്, NPCC. അപ്പോൾ ആ ഒരു കോഴ്സും അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറാണ്. അടുത്തതായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ഡിസ്ട്രിക്ട്, അതെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ്. എന്ന് പറയുമ്പോൾ GNM കോഴ്സുള്ള ജനറൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളാണ്. അടുത്തതായിട്ട് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് ലെമൺ വാലി എന്ന് പറയുന്നതും ഒരു പ്രൈവറ്റ് കോളേജാണ്, മലപ്പുറം ജില്ലയിലുള്ളത്. അവിടെ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്നീ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. അടുത്തതായിട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് മൗലാന ഹോസ്പിറ്റൽ, അത് മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. BSc നഴ്സിംഗ് കോഴ്സ് അവിടെ ഉണ്ട്. അടുത്തതായിട്ട് KPM സ്കൂൾ ഓഫ് നഴ്സിംഗ്, അതും മലപ്പുറം ജില്ലയിൽ തന്നെ GNM കോഴ്സുള്ള അംഗീകാരം ലഭിച്ച ഒരു പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് നിംസ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, അത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു GNM കോഴ്സ് ഉള്ള പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗ്, അഹല്യ ക്യാമ്പസ്, പാലക്കാട് ജില്ലയിലുള്ള BSc നഴ്സിംഗ് ഉള്ള ഒരു പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, ഇതൊക്കെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത നഴ്സിംഗ് കോളേജാണ്. പക്ഷേ ഇത്തവണ INCയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. BSc നഴ്സിംഗ് കോഴ്സാണുള്ളത്. അടുത്തതായിട്ട് സേവന സ്കൂൾ ഓഫ് നഴ്സിംഗ്, അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു GNM കോഴ്സുള്ള ഒരു പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് CPAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, സീതത്തോട്, പത്തനംതിട്ട ജില്ല. നമുക്കറിയാം CPAS, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ CPAS, സിമെറ്റ് പോലുള്ള കോളേജുകൾ സെമി ഗവൺമെൻറ് പോലെ കേരള അണ്ടർടേക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫീസ് നമ്മൾ പ്രൈവറ്റിലെ പോലെ കൊടുക്കണം, പക്ഷേ പ്രാക്ടിക്കൽസ് എല്ലാം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ ആയിരിക്കും. സോ അവിടെയും BSc നഴ്സിംഗ് കോഴ്സാണുള്ളത്. അംഗീകാരം INCയുടെ ലഭിച്ചിട്ടുള്ളതാണ്. അടുത്തായിട്ട് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട ഗവൺമെൻറ് GNM കോഴ്സ് ഓഫർ ചെയ്യുന്ന കോളേജാണ്. ഇവിടെ INC അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് പോയനിൽ ഹോസ്പിറ്റൽ കോഴഞ്ചേരി, പത്തനംതിട്ട ജില്ലയിലുള്ള BSc നഴ്സിംഗ് കോഴ്സുള്ള പ്രൈവറ്റ് കോളേജാണ്. അടുത്ത സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോന്നി, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സുള്ള കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സിമെറ്റിൻ്റെ പത്തനംതിട്ട സിമെറ്റാണ്. അവിടെ INC അംഗീകാരം ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പുതിയതായിട്ട് തുടങ്ങിയ സിമെറ്റാണ് കോന്നിയിലുള്ള ഈ ഒരു സിമെറ്റ്. തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, തിരുവല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ളൊരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജാണ്. ഇവിടെ BSc നഴ്സിംഗ് കോഴ്സും ഉണ്ട്, ഒപ്പം തന്നെ MSc നഴ്സിംഗും ഉണ്ട്. അടുത്തതായിട്ട് BNV സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, അവിടെ പ്രൈവറ്റ് കോളേജാണ്, GNM കോഴ്സാണ് അവിടെ ഉള്ളത്. അടുത്തതായിട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് അനന്തപുരി, ട്രിവാൻഡ്രത്തുള്ള ഫേമസ് ആയിട്ടുള്ളൊരു നഴ്സിംഗ് കോളേജാണ് അനന്തപുരി. അവിടെ BSc നഴ്സിംഗ് കോഴ്സും MSc നഴ്സിംഗ് കോഴ്സും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറാണ്. അടുത്തതായിട്ട് GG സ്കൂൾ ഓഫ് നഴ്സിംഗ്, അത് കുമാരപുരം, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, GNM കോഴ്സാണുള്ളത്. അടുത്തതായിട്ട് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, നമുക്കറിയാം എല്ലാവർക്കും ഏറ്റവും ഗവൺമെൻറ് കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു നഴ്സിംഗ് കോളേജാണ് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് അഥവാ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെയുള്ള കോഴ്സസ് എന്ന് പറയുന്നത് GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ആൻഡ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, ഇത്രയും കോഴ്സുകളാണ് അവിടെ ഉള്ളത്. ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തന്നെ, അവിടെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സും കൂടെ ഉണ്ട്. അടുത്തതായിട്ട് ഗവൺമെൻറ് പബ്ലിക് ഹെൽത്ത് നഴ്സസ്, അതും ഗവൺമെൻറ്റിൻ്റെ തന്നെ കോളേജാണ്, അവിടെ ANM കോഴ്സും ഉണ്ട്. അടുത്തതായിട്ട് KTCT സ്കൂൾ ഓഫ് നഴ്സിംഗ്, നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, പ്രൈവറ്റ് കോളേജാണ്, GNM കോഴ്സാണുള്ളത്. അടുത്തത് നൈറ്റിംഗേൾ കോളേജ് ഓഫ് നഴ്സിംഗ്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, BSc നഴ്സിംഗ് കോഴ്സാണുള്ളത്, പ്രൈവറ്റ് കോളേജാണ്.
അടുത്തതായിട്ട് റീജിയണൽ ക്യാൻസർ സെൻറ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രത്ത് RCC, അവിടെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് ആ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, പ്രൈവറ്റ് കോളേജാണ്, BSc നഴ്സിംഗ് കോഴ്സ് അവിടെ ഉള്ളത്. അടുത്തതായിട്ട് സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ്, നമ്മൾ മുന്നേ പറഞ്ഞ കോളേജ് തന്നെ, അവിടെ MSc നഴ്സിംഗ് കോഴ്സും കൂടെ ഉണ്ട്. അടുത്തതായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് ശിവഗിരി ശ്രീനാരായൺ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അവിടെ പ്രൈവറ്റ് കോളേജാണ് ട്രിവാൻഡ്രത്തുള്ള, അവിടെ ANM, GNM, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ആൻഡ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഇത്രയും കോഴ്സാണുള്ളത്. അടുത്ത സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല സിമെറ്റ് കോളേജാണ്, കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. BSc നഴ്സിംഗ് കോഴ്സാണുള്ളത്, ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ആയിട്ടുള്ളൊരു കോളേജാണ്. അടുത്തായിട്ട് ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജാണ്. അവിടെ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ആൻഡ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണുള്ളത്, അത് പ്രൈവറ്റ് കോളേജാണ്. അടുത്തതായിട്ട് ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ശ്രീരാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ്, പ്രൈവറ്റ് കോളേജാണ്, അപ്ഗ്രേഡഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, നമ്മളത് മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ്. അടുത്തതായിട്ട് അബ്ദുൾ വഹാബ് മെമ്മോറിയൽ രാജ സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ജില്ലയിലുള്ള പ്രൈവറ്റ് GNM കോഴ്സുള്ള കോളേജാണ്. അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് BSc നഴ്സിംഗ് കോഴ്സാണ് അവിടെ ഉള്ളത്. ക്രാഫ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, അതും തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന GNM ഉള്ള കോളേജാണ്. അടുത്ത ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ജില്ലയിലെ GNM കോഴ്സുള്ള ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ്. അടുത്ത ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രൈവറ്റ് ആണ്, തൃശ്ശൂർ ജില്ലയിലുള്ള GNM BSc നഴ്സിംഗ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു നഴ്സിംഗ് കോളേജാണ്. അപ്പോൾ അടുത്തതായിട്ട് ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, അവിടെ MSc നഴ്സിംഗ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്കൂൾ ഓഫ് നഴ്സിംഗ് ബിഷപ്പ് തൃശ്ശൂർ ജില്ലയിലുള്ളതാണ്, പ്രൈവറ്റ് കോളേജാണ്, GNM കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് കോളേജ് തന്നെയാണ്, GNM കോഴ്സാണുള്ളത്. അടുത്ത സ്കൂൾ ഓഫ് നഴ്സിംഗ് മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് കോളേജ് തൃശ്ശൂർ ജില്ല, GNM ഒപ്പം തന്നെ BSc നഴ്സിംഗും ഉണ്ട്. അടുത്തതായിട്ട് അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് കോളേജ് തന്നെയാണ്, അപ്ഗ്രേഡഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. അടുത്തതായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് എന്ന് പറയുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണ് വയനാട്, കഴിഞ്ഞ വർഷം പുതിയതായിട്ട് വന്നതാണ്, BSc നഴ്സിംഗ് കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ LBSൻ്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള BSc നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, അതിലുള്ളൊരു പകുതി ശതമാനം പോലും കോളേജുകൾ ഈ ഒരു ലിസ്റ്റിലില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആണെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകൾ പോലും പലതും ഈ ഒരു ലിസ്റ്റിലില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് എടുക്കാനാണെങ്കിൽ കിംസ് നഴ്സിംഗ് കോളേജ്, കൊല്ലത്തെ ട്രാവൻകൂർ മെഡിസിറ്റി, NS മെമ്മോറിയൽ, അങ്ങനെ പല നമുക്കറിയാവുന്ന ഒരുപാട് നല്ല നഴ്സിംഗ് കോളേജുകൾ പോലും ഇത്തവണത്തെ ഈ ഒരു ലിസ്റ്റിലില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല. അവർ ചിലപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കാണത്തില്ല, ഓരോ വർഷം എന്തോ അതായത് പുതുക്കി കൊടുക്കുകയൊക്കെ വേണം തോന്നുന്നു, പക്ഷെ വന്നിട്ടില്ല. കഴിഞ്ഞ തവണ INC അംഗീകാരം ഇല്ലാതിരുന്ന പുതിയതായിട്ട് വന്ന ഗവൺമെൻറ് കോളേജുകളിൽ കുറച്ചെടുത്ത് വന്നിട്ടുണ്ട്, സിമെറ്റിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും മതിയോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് മതിയോ, അതോ ഇനി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ വേണോ എന്നുള്ളൊരു ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എനിക്കും അറിയില്ല. അപ്പം നിങ്ങളത് അതാത് കോളേജിൽ വിളിച്ച് തിരക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഏതെങ്കിലും കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ തവണ പുതിയതായിട്ട് തുടങ്ങിയതാണ്, അപ്പോൾ അവരുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളുമൊക്കെ അവർ വരണം, വന്നാൽ മാത്രമേ അതനുസരിച്ച് INC അംഗീകാരമൊക്കെ ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ കോളേജുകളിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ പറയുന്നതൊന്നും ആയിരിക്കത്തില്ല കറക്റ്റായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു ലിസ്റ്റിലുള്ള കോളേജുകൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ഇതിൽ അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന കോളേജുകൾ വളരെ കുറവാണ് എന്നുള്ളതാണൊരു സത്യം. അപ്പം അതെല്ലാം ആലോചിച്ച് വെച്ചിട്ട് ഈ ഒരു ലിസ്റ്റൊക്കെ വെച്ചിട്ട് മാക്സിമം നിങ്ങൾ കഴിഞ്ഞ തവണ INCയുടെ ലിസ്റ്റൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഏറ്റവും നല്ല അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒപ്പം തന്നെ നല്ല പ്രാക്ടിക്കൽസ് കിട്ടുന്ന കോളേജുകൾ ചൂസ് ചെയ്ത് അലോട്ട്മെൻറ്റിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് BSc നഴ്സിംഗ് ആണ് കോഴ്സ്. സോ പ്രാക്ടിക്കലിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കെല്ലാം ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റണം. സോ അതൊക്കെ ബേസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് ഇപ്പോഴേ നമുക്ക് കോളേജുകൾ ചൂസ് ചെയ്ത്
എഴുതി തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉടനെ തന്നെ 2 വീഡിയോസും കൂടെ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് കോളേജും തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഒപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, എത്രയൊക്കെ റാങ്ക് വന്നവർക്ക് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ റിസർവേഷൻ കാറ്റഗറി എന്നൊക്കെ ഉള്ളൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ആദ്യം ഏത് വീഡിയോ വേണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ സമയം കിട്ടുന്ന പോലെ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നഴ്സിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ സമയം കിട്ടുന്ന പോലെ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റയിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്, കുറച്ചൊക്കെ പെൻഡിങ് ആണ്. ഉറപ്പായിട്ടും സമയം കിട്ടുന്ന പോലെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.